RSS മേധാവി മോഹൻ ഭാഗവതിന്റെ നിലപാടുകൾ സമൂഹ മാധ്യമങ്ങളിൽ മുഴുവൻ ചർച്ചയായിരിക്കുകയാണ്. അദ്ദേഹം സംഘികളുടെ തലതൊട്ടപ്പൻ അല്ലെങ്കിൽ സംഘികളുടെ പിതാമഹൻ ഡാഡി എന്നാണ് അറിയപ്പെടുന്നത്. ആ ഡാഡി തന്നെ സംഘികളെ, അതായത് നമ്മുടെ കേരളത്തിലെ ചില സംഘികളെ തിരുത്തുകയാണ്. CJP പ്രതിഷേധവുമായി ബന്ധപ്പെട്ടിട്ട് പാറ്റാത്തലവനെ ഇല്ലാതാക്കണം, നിഷ്കരണം ഉന്മൂലനം ചെയ്തു കളയണം എന്നൊക്കെയാണ് പല പ്രൊഫൈലുകളിൽ നിന്നും, സംഘ് പ്രൊഫൈലുകളിൽ നിന്നും ഉയരുന്ന ആവശ്യങ്ങൾ, അഭിപ്രായങ്ങൾ എന്നൊക്കെ പറയുന്നത്. പക്ഷെ അതിനൊക്കെ വിരുദ്ധമായിട്ടുള്ള നിലപാടാണ് സംഘികളുടെ തലതൊട്ടപ്പനായിട്ടുള്ള ഡാഡി എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന, ഗോഡ് ഫാദർ എന്നറിയപ്പെടുന്ന സർസംഘ് ജാലകായിട്ടുള്ള മോഹൻ ഭാഗവത് സ്വീകരിക്കുന്നത്. അദ്ദേഹം കഴിഞ്ഞ ദിവസം ഒരു വേദിയിൽ പറഞ്ഞത് എന്താണ്? ജനാധിപത്യത്തിൽ ചോദ്യം ചോദിക്കാനും പരിഷ്കാരങ്ങൾ ആവശ്യപ്പെടാനും യുവാക്കൾക്ക് എല്ലാ അവകാശവുമുണ്ട്. പഴയ തലമുറ അധികാരികളെ ചോദ്യം ചെയ്യാൻ മടിച്ചിരുന്നെങ്കിൽ ഇന്നത്തെ തലമുറ അങ്ങനെയല്ല. ജെൻസി, ജെൻ ആൽഫ വിഭാഗങ്ങൾ യുക്തിപരമായ ഉത്തരങ്ങൾ തേടുന്നവരാണെന്നും സ്നേഹത്തോടെയും അനുകമ്പയോടെയും കാര്യങ്ങളെ സമീപിക്കുന്നവരാണെന്നുമാണ് അദ്ദേഹം വിശേഷിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു നിലപാട് മാറ്റത്തെ ഉൾക്കൊള്ളാനായിട്ട് ഈ സംഘി അമ്മാവന്മാർക്ക്, കുറേയധികം വൃത്തികെട്ട കുറേ സംഘി അമ്മാവന്മാരുണ്ട് നാട്ടിൽ, അവർക്ക് സാധിക്കുന്നില്ല. അവരിപ്പം അഴിച്ചുവിടുന്നൊരു പ്രചരണം എന്താണെന്ന് വെച്ചാൽ, സാർ, ഈ RSS മേധാവി മോഹൻ ഭാഗവത് പോലും ഇപ്പം ചൈനയുടെയോ പാകിസ്ഥാന്റെയോ അമേരിക്കയുടെയോ ചാരനാണെന്ന് ഞങ്ങൾ സംശയിക്കുന്നുവെന്നാണ് പല പ്രൊഫൈലുകളിൽ നിന്നും ഉയരുന്ന അഭിപ്രായങ്ങൾ. രാഹുൽ ഗാന്ധിക്ക് പഠിക്കുകയാണോ മോഹൻ ഭാഗവത്? ഇങ്ങനെയൊന്നുമല്ല ഞങ്ങളുടെ ഗോഡ് ഫാദർ, ഞങ്ങളുടെ ഡാഡി ഒരുപാട് മാറിയിരിക്കുന്നു എന്നൊക്കെയാണ് അവരുടെ ഭാഗത്ത് നിന്ന് ഉയരുന്ന വല്ലാത്ത സങ്കോചം നിറഞ്ഞ അഭിപ്രായം. എന്തുകൊണ്ടാണ് ഈ സംഘി അമ്മാവന്മാർ ഇങ്ങനെ ആയിപ്പോയത്? RSSലെ രണ്ട് ചിന്താധാരകൾ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്, നേരത്തെ ഉണ്ടായിരുന്നു. ഇതേ പ്രശ്നം തന്നെ ബാലാസാഹിബ് ദേവരസ് എന്ന് പറഞ്ഞ പഴയ സർവ്വസഞ്ചാലക അനുഭവിച്ചിട്ടുണ്ട്. ചില കാര്യങ്ങളിൽ അഭിപ്രായം പറഞ്ഞപ്പോൾ കോൺഗ്രസുമായി സഹകരിക്കുന്ന കാര്യം, അത് ഇന്ദിരാഗാന്ധിയുടെ യുദ്ധം, ഇങ്ങനെ ചില കാര്യങ്ങളാണത്. അപ്പോൾ ഇപ്പോൾ വീണ്ടും ഞാൻ മനസ്സിലാക്കുന്നൊരു കാര്യം, ഹിന്ദുമതത്തിൽ ഒരു പുനരുദ്ധാരണം നടക്കേണ്ട സമയം കഴിഞ്ഞു. ഹിന്ദുമതത്തിൻ്റെ പേരിൽ തന്നെയാണ് ഞാൻ പറയുന്നത്. അതിൻ്റെ കാരണങ്ങൾ, അങ്ങനെ പുനരുദ്ധാരണം നടന്ന പ്രസ്ഥാനങ്ങൾ മാത്രമേ കാലാകാലങ്ങളിൽ ജീർണത എന്തെങ്കിലും ഉണ്ടെങ്കിൽ തിരുത്തി മുന്നോട്ട് പോകുമ്പോൾ മാത്രമേ ആ പ്രസ്ഥാനങ്ങൾ കാലിക പ്രസക്തി ഉണ്ടാവുകയുള്ളൂ, പിന്നീട് നിലനിൽക്കാൻ പറ്റുകയുള്ളൂ. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം ഇപ്പോൾ ക്രിസ്തുമതം. നമ്മൾ വളരെ യഥാർത്ഥം പോപ്പിൻ്റെ ശക്തി ഇതെല്ലാം ഇവിടെ പറയുന്നുണ്ട്, വത്തിക്കാൻ ഇതെല്ലാം പറയും. പക്ഷേ പ്രോട്ടസ്റ്റൻ്റുകാരാകുമ്പോൾ ഒരു രാജാവിൻ്റെ കല്യാണ പ്രശ്നത്തിലാണ്, ഇംഗ്ലണ്ടിലെ ഒരു രാജകുമാരൻ്റെ കല്യാണം വന്നപ്പോഴാണ് സഭയും കത്തോലിക്ക സഭയും എല്ലാം പോപ്പും രാജാവുമായിട്ട് അഭിപ്രായ വ്യത്യാസം ഉണ്ടാവുകയും പിന്നീട് അവിടെ പ്രോട്ടസ്റ്റൻ്റ് സഭ ഉണ്ടാക്കിക്കൊണ്ട് സെപ്പറേറ്റായിട്ട് അവിടെ ചിന്തിക്കേണ്ടി വരികയും ചെയ്തത്. ഇവിടെ ഇപ്പോൾ മോഹൻ ഭാഗവത് പറഞ്ഞിരിക്കുന്നത് ഹിന്ദുമതത്തിൻ്റെ അവിടെ നിൽക്കുന്നു. അപ്പോൾ മോഹൻ ഭാഗവത് നോക്കുമ്പോൾ ഒരു കാര്യം കാണുന്നു, ഈ പാറ്റാ സമരത്തിന് വന്നിരിക്കുന്നവർ എല്ലാ വിഭാഗത്തിൽപ്പെട്ടവരുണ്ട്. മുസ്ലിംസ് ഉണ്ട്, ക്രിസ്ത്യൻസ് ഉണ്ട്, ചെറുപ്പക്കാരുണ്ട്, കുറച്ചുകൂടെ പ്രായമായവരുണ്ട്, എല്ലാ മേഖലയിലും ജോലി ചെയ്യുന്നവരുണ്ട്. ഇവരെ മുഴുവൻ അടച്ച് രാജ്യദ്രോഹികളായിട്ട് വിളിക്കുക എന്ന് പറയുമ്പോൾ അത് ആർക്കാ ശക്തി കൊടുക്കുന്നത്? ഈ രാജ്യത്തെ ദ്രോഹിക്കാൻ ആഗ്രഹിക്കുന്ന ശക്തികൾക്ക്, അവർക്കാ ശക്തി കൊടുക്കുന്നത്. ഇവരെല്ലാം ഒരുമിച്ച് ഏത് പാളയത്തിലേക്ക് തള്ളിവിടുകയാണ്. എന്നെ ഒരാൾ 10 പ്രാവശ്യം രാജ്യദ്രോഹിനെ വിളിച്ചാൽ, അല്ലെങ്കിൽ ഗൗരവത്തിനെ വിളിച്ചാൽ ഉറപ്പായിട്ട് നമ്മളൊക്കെ അറിയാതെ രാജ്യദ്രോഹികളായിപ്പോവും. ഇവിടെ അങ്ങനെ ഒരു ബ്രാൻഡിങ് നടത്താനാണ് ഇവിടെ ചിലരൊക്കെ താല്പര്യം കാണിക്കുന്നത്. അവരൊരിക്കലും, ഞാൻ വിചാരിക്കുന്നത്, ഭാരതത്തിൻ്റെ മിത്രങ്ങളായിരിക്കില്ല, ശത്രുക്കളായിരിക്കും തന്നെയാണ് വിചാരിക്കുന്നത്. RSSന്റെ ഈ നിലപാട് അല്ലെ, നമുക്ക് RSSന്റെ സംഘികളുടെ ഗോഡ് ഫാദറുടെ നിലപാട് മോഹൻ ഭാഗവത്തിന്റെ നിലപാട് നമ്മളോട് മിനിമം നമ്മുടെ മുമ്പിലേക്ക് ചർച്ചയ്ക്കെങ്കിലും കുറേ കാര്യങ്ങൾ വിട്ടു തന്നിട്ടുണ്ട്. ഇന്ന് വരെ ഹിന്ദു മതത്തിൽ അടുത്ത വിവേകാനന്ദന് ശേഷം ഒരുപക്ഷെ ഇത്രയും വിപുലമായൊരു ചർച്ചയുടെ അവസരം തുറന്നു തന്നിരിക്കുന്ന മോഹൻ ഭാഗവതായിരിക്കും. ഈ മോഹൻ ഭാഗവത് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ തെറ്റോ ശരിയോ, നിഷേധിക്കേണ്ടതോ അനുകരിക്കേണ്ടതോ എന്തോ ആയിക്കോട്ടെ, പക്ഷെ അത് ചർച്ചയ്ക്ക് വിധേയമാകണ്ടേ? ഇന്ത്യയിലെ ഉള്ളവർ, ഇൻക്ലൂസീവായിട്ട് ഇന്ത്യയിൽ ജനിച്ചു വളർന്ന് ഇന്ത്യയിൽ താമസിക്കാൻ ആഗ്രഹിക്കുന്ന, ഇപ്പോഴും താമസിച്ചുകൊണ്ടിരിക്കുന്നവരെ ഒറ്റയ്ക്ക് കാണാനുള്ള താല്പര്യം ആർക്കുണ്ടാകണം? നമുക്കുണ്ടാകണം. ഇവിടുത്തെ പ്രധാനപ്പെട്ട ഹൈന്ദവ സംഘടന എന്നുള്ളതിൽ RSSനല്ല, സംഘപരിവാറിന് മറ്റാരേക്കാൾ ഉത്തരവാദിത്വം ഈ സമൂഹത്തെ യോജിപ്പിച്ച് നിർത്തുന്നതിന്, ഇന്ത്യക്ക് വേണ്ടി യോജിപ്പിച്ച് നിർത്തുന്നതിന്, ഭാരതത്തിന് വേണ്ടി യോജിപ്പിച്ച് നിർത്തുന്നതിന് ആരേക്കാൾ ഉത്തരവാദിത്വം സംഘം ഉണ്ടെന്ന് വിശ്വസിക്കുന്നതാണ്.
സാർ പറഞ്ഞു വന്നത് പുനരുദ്ധാരണം ഒരു സമൂഹത്തിന്, ഒരു ഭരണത്തിന് അത്യാവശ്യമാണ്. ആ പുനരുദ്ധാരണത്തിന്റെ, അതായത് പുഴുക്കുത്തുകളെ നീക്കം ചെയ്തുകൊണ്ട് പുതിയ സെല്ലുകൾ രൂപപ്പെടുന്നതിനെ RSS മേധാവി മോഹൻ ഭാഗവത് അംഗീകരിക്കുന്നു. അതുകൊണ്ടാണ് അദ്ദേഹം ജൻസി പ്രക്ഷോഭത്തെ പോലും ഇപ്പൊ പിന്തുണച്ചിരിക്കുന്നതെന്നാണ് സാർ പറഞ്ഞ പോയിന്റ്. അദ്ദേഹം മറ്റൊരു കാര്യം കൂടി മോഹൻ ഭാഗവത് പറയുന്നു. തെരുവിലിറങ്ങി പ്രതിഷേധിക്കുന്നത് കൊണ്ട് മാത്രം ഒരാൾ രാജ്യവിരുദ്ധനാകില്ലെന്നും യുവാക്കളുടെ ശബ്ദം കേൾക്കാൻ സമൂഹം തയ്യാറാകണം. മറ്റൊരു പ്രധാനപ്പെട്ടുള്ള ഒരു പോയിന്റാണ്, വിദ്യാഭ്യാസ മേഖലയിലെ പോരായ്മകൾ പരിഹരിക്കപ്പെടേണ്ടതുണ്ടെന്നും വിദ്യാഭ്യാസം ഒരു ബിസിനസ്സായി മാറരുതെന്നും മോഹൻ ഭാഗവത് പറയുന്നു. വിദ്യാഭ്യാസം ഒരു ബിസിനസ്സായി മാറരുത് എന്ന് മോഹൻ ഭാഗവത് പറയുന്നു. അതിന് കുറേയധികം വ്യാപ്തി ഉണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. ഇപ്പൊ ഈ CJP പ്രക്ഷോഭത്തെ പോലും പിന്തുണയ്ക്കാനായിട്ട് എന്തുകൊണ്ട് പലർക്കും പറ്റുന്നില്ല എന്നതിന്റെ അടിസ്ഥാന കാരണം എന്ന് പറയുന്നത് അവരുടെ ബിസിനസ് ഉടഞ്ഞു പോകും എന്നതുകൊണ്ടാണ് അതിനെ പിന്തുണയ്ക്കാനായിട്ട് അവർക്ക് സാധിക്കാത്തത്. ഇപ്പം CJP പ്രക്ഷോഭത്തെ പിന്തുണച്ചുകൊണ്ട് അഭിപ്രായം രേഖപ്പെടുത്തി കഴിഞ്ഞാൽ നാട്ടിലെ കുറെ അധികം സംഘികൾ തന്നെ തെറി വിളിക്കും. അതുകൊണ്ട് ബിസിനസ് ഉടഞ്ഞു പോകും എന്നതുകൊണ്ട് അത് ചെയ്യാൻ പറ്റുന്നില്ല. അതുകൊണ്ട് ഈ സമൂഹത്തിന്റെ പുഴുക്കുത്തുകൾക്കൊപ്പം കൂടെ നിന്നുകൊണ്ട് നീന്തി തുടിക്കുക എന്ന് പറയുന്ന ഒരു നിലപാടാണ് പലരും സ്വീകരിക്കുന്നത്. അതുകൊണ്ടാണ് ഗോഡ് ഫാദർ സ്വീകരിച്ച നിലപാടിനൊപ്പം പലർക്കും പോകാനായിട്ട് സാധിക്കാത്തത്. ഇവിടെ അഭിജിത് ദീപ്കെ ഇദ്ദേഹത്തിന്റെ ഈ അഭിപ്രായത്തെ കഴിഞ്ഞ ദിവസം പിന്തുണയ്ക്കുകയുണ്ടായി. ഒമർ അബ്ദുള്ള, കശ്മീരിലെ മുഖ്യമന്ത്രി, ഈ ഒരു അഭിപ്രായത്തെ പിന്തുണയ്ക്കുന്ന സാഹചര്യം ഉണ്ടായി. അഭിജിത് ദീപ്കെ പറയുന്നത് ഇങ്ങനെയാണ്: Bhagawat's statement that young people have the right to protest over genuine issue was an important message. I completely agree with this. Student should not be labeled anti-national for raising legitimate concerns. വളരെ കൃത്യമായിട്ടുള്ള ഡിമാൻഡുകൾ മുമ്പോട്ട് വെക്കുമ്പം അങ്ങനെയുള്ള ആളുകളെ രാജ്യവിരുദ്ധരാക്കിയിട്ട് മുദ്ര കുത്തുന്നത് ശരിയല്ല. ശരിയായിട്ടുള്ള ഡിമാൻഡ് എന്ന് പറയുന്നത് എന്തായിരുന്നു? നീറ്റ് ചോദ്യ പേപ്പർ ലീക്കുമായി ബന്ധപ്പെട്ടിട്ട് അവർ ഉയർത്തിയ വിഷയം. എവിടെയാണ് സംഘികളെ അതിൽ രാജ്യവിരുദ്ധമായിട്ടുള്ള കാര്യമുള്ളത്? അതായത് ഇവര് മൊത്തത്തില് പ്രതിഷേധങ്ങളെ, സമരങ്ങളെയൊക്കെ ഇവർക്ക് എതിർപ്പാണ്. 2014 BJP അധികാരത്തിൽ വന്നത് കോൺഗ്രസിനെതിരെ വലിയ കലാപം നയിച്ചുകൊണ്ടാണ്. കലാപം എന്ന് പറയുന്നത് അണ്ണാ ഹസാരയുടെ നേതൃത്വത്തില് രൂപപ്പെട്ട ഒരു നിരാഹാര സമരങ്ങളും അതിനെ ബാക്ക് ചെയ്തത് പോലും RSS ആണെന്നുള്ള കുറേയധികം കാര്യങ്ങൾ പുറത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ ഒരു മൂവ്മെന്റിന്റെ ഭാഗമായിട്ടാണ് BJP പോലും അധികാരത്തിൽ വന്നിട്ടുള്ളത്. അതേ ആളുകളാണ്, അത് മനസ്സിലാക്കാത്ത ആളുകളാണ് ഇപ്പൊ ഇങ്ങനത്തെ ഒരു പ്രതിഷേധത്തെ എതിർക്കുന്നത്. ഇവിടെ രണ്ട് കാര്യങ്ങൾ കാണണം. ഞാൻ സ്വല്പം മതപരമായ കാര്യങ്ങൾ പറഞ്ഞാൽ മാത്രമേ ഇത് ശരിയാവുള്ളൂ. കാരണം മോഹൻ ഭഗവത് റെപ്രസെൻ്റ് ചെയ്യുന്ന ലോകത്തിലെ ഏറ്റവും മഹത്തായ, അല്ലെങ്കിൽ ലോകത്തിലെ അംഗസംഖ്യയിലും രണ്ടാമതോ മൂന്നാമതോ നിൽക്കുന്ന ഒരു മതത്തിൻ്റെ സംഘടിത രൂപത്തിൻ്റെ പ്രതിനിധിയാണ് മോഹൻ ഭഗവത്. സംഘടിത രൂപത്തിൻ്റെ ഇവിടെ പറയുമ്പോൾ രണ്ട് മതങ്ങളുടെ, ഞാൻ ആദ്യം ഇടയ്ക്ക് നമ്മുടെ ചർച്ചയിൽ ആദ്യം തന്നെ പറഞ്ഞു, മാറ്റങ്ങൾക്ക് വിധേയമായില്ലെങ്കിൽ അവസാനം നമുക്ക് നാശമായിരിക്കും. രണ്ട് കാര്യങ്ങൾ. ലോകത്തിൽ സാമ്പത്തികമായി ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന, അത് നമ്മൾ ഈ പറയുന്ന ടോപ്പിക്കായിട്ട് ബന്ധമുണ്ടെന്നറിയില്ല, സാമ്പത്തികമായിട്ട് ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന രണ്ട് ജനവിഭാഗങ്ങൾ, ഒന്ന് ഇസ്ലാമും ഒന്ന് ഹൈന്ദവരുടേതുമായിരുന്നു. യൂറോപ്പിലെ ക്രിസ്ത്യൻ രാജ്യങ്ങൾ പിന്നോക്കമായിരുന്നെങ്കിൽ വളരെ പെട്ടെന്ന് അവർ ശാസ്ത്രത്തെയും വിദ്യാഭ്യാസത്തെയും അംഗീകരിച്ച് അവർ മുമ്പോട്ട് പോയി. ഈ രണ്ട് മതങ്ങൾക്കുള്ള പ്രത്യേകത സമൂഹത്തിൽ ഭൂരിഭാഗത്തിനും വിദ്യാഭ്യാസം നിഷേധിച്ചു എന്നുള്ളതാണ്. ഇസ്ലാമാണ് സ്ത്രീകളെ ഇപ്പോഴും വിദ്യാഭ്യാസത്തിന് സ്വാതന്ത്ര്യം കൊടുക്കുന്നില്ല. അതായത് പകുതി പോപ്പുലേഷൻ എഴുത്തും വായനയില്ല, നിരക്ഷര കുട്ടികളായിട്ട് അവരുടെ സമൂഹത്തിൽ കഴിയുകയാണ്. അതുപോലെ ഇന്ത്യയിൽ നമ്മൾ ഒരു ബ്രാഹ്മിൻസും അങ്ങനെയുള്ള ചില വിഭാഗങ്ങൾ ഒഴിച്ച് ബാക്കിയുള്ളവർക്ക് സ്കൂളിൽ പോകാനോ പഠിക്കാനോ ഉള്ള സ്വാതന്ത്ര്യമില്ലാതെയാണ് വളർത്തിക്കൊണ്ടുവന്നത്. അപ്പോൾ ഈ രണ്ട് രാജ്യങ്ങളും അല്ലെങ്കിൽ രണ്ട് സമൂഹങ്ങളും ലോകത്തിൻ്റെ ദാരിദ്ര്യത്തിലും അസുഖത്തിലും ആയുർദൈർഘ്യത്തിൻ്റെ കാര്യത്തിലെല്ലാം ഒത്തിരി പുറകിലായിരുന്നു. പിന്നെ രണ്ടാമത് ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, ഇതിൽ ഇസ്ലാം രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞാൽ ബുദ്ധി കൊണ്ടോ കഴിവുകൊണ്ടോ രക്ഷപ്പെടുന്നതിനേക്കാൾ കൂടി ലോട്ടറി അടിക്കുന്ന പോലെ, അല്ലെ ഭാഗ്യം കിട്ടുന്ന പോലെ എവിടെ കിട്ടി? എണ്ണ കിട്ടി. ആ എണ്ണ കിട്ടിയില്ല എന്നൊരു ഇസ്ലാമിക രാജ്യങ്ങൾ നമ്മളെക്കാൾ പിന്നിൽ നിന്നേ ഇന്ത്യക്ക്. പക്ഷേ ഇപ്പോൾ
നമ്മൾ തിരിച്ചറിയുന്നു, വിദ്യാഭ്യാസത്തിൻ്റെ വില തിരിച്ചറിയുന്ന ഒരു സമൂഹമായിട്ട് ഇപ്പോൾ നമ്മൾ മാറുന്നത്. ക്രിസ്ത്യാനിറ്റി നേരത്തെ മനസ്സിലാക്കിയ ശാസ്ത്രവും സാങ്കേതികവും കണ്ടുപിടുത്തങ്ങൾ പുറകെ അവർ പോയി. നമുക്ക് കണ്ടുപിടിക്കാൻ കഴിവില്ലാഞ്ഞിട്ടല്ല, നമ്മൾ എന്തുകൊണ്ടോ അത്തരം കാര്യങ്ങളിലേക്ക് നമ്മുടെ തലച്ചോറിനെയും നമ്മുടെ ബുദ്ധിയെയും കൊണ്ടുപോകാൻ പറ്റിയില്ല. ശരിക്കു പറഞ്ഞാൽ ഈ ജെൻസി സമരം മോഹൻ ഭഗവത് പറഞ്ഞ പോലെ ഒരു ഐ ഓപ്പണറാണ്. ഐ ഓപ്പണർ ടു ഇന്ത്യയുടെ കാര്യങ്ങൾക്ക് മാത്രമല്ല, ഹൈന്ദവ സമൂഹത്തിൻ്റെ കാര്യമല്ല, ലോകത്തിലെ പല ഇഷ്യൂസിനും അഡ്രസ്സ് ചെയ്യാൻ പറ്റുന്ന ഒരു പശ്ചാത്തലം ഇന്ത്യയിൽ വളർത്തിയെടുക്കാൻ പറ്റുമോ എന്നുള്ള ശ്രമം കൂടിയാണത്. CJP തലവൻ അഭിജിത് ദീപ്കെ പറയുന്നു, വി വിൽ കണ്ടിന്യൂ ടു ഫങ്ഷൻ ആസ് എ പ്രഷർ ഗ്രൂപ്പ്. ഒരു തിരുത്തൽ ശക്തിയായിട്ട് തുടരാനായിട്ട് അല്ലെങ്കിൽ നീങ്ങാനായിട്ട് ഞങ്ങൾ ഇനിയും ഉണ്ടാകും. Because the country needs greater accountability. When citizens unite to demand accountability, they can bring about change. മാറ്റം കൊണ്ടുവരാൻ യുവാക്കൾക്ക് സാധിക്കും എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തിരുത്തൽ ശക്തിയായിട്ട് തുടരുമെന്നും അഭിജിത് ദീപ്കെ പറയുന്നു. പക്ഷേ മറ്റ് പലയിടങ്ങളിലും ഈ അഭിജിത് ദീപ്കെ ഇപ്പോഴും ചെളിവാരിത്തേക്കാനും നേപ്പാളിയാണെന്നും ബംഗാളിയാണെന്നും പിന്നെ അതേപോലെ പാകിസ്ഥാനിയാണെന്നും അമേരിക്കയാണെന്നൊക്കെ മുദ്ര കുത്താനുള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ RSS മേധാവി മോഹൻ ഭാഗവതിന്റെ ഇത്തരത്തിലുള്ള പ്രസ്താവനകൾ കണ്ടില്ല എന്ന് നടിക്കുകയാണ്, മനഃപൂർവ്വം ബോധപൂർവം അതിനെ ഒഴിവാക്കുകയാണ്. അതിനൊരൊറ്റ കാരണമേ ഉള്ളൂ അങ്ങനെ പലരും ചെയ്യുന്നതിന്റെ പിന്നിൽ. അതിന് ഒരേ ഒരു കാരണമേ ഉള്ളൂ, അതെന്ന് പറയുന്നത് ബിസിനസ് തകർന്നു പോകുമെന്ന് പറയുന്നതിന്റെ ഒറ്റ കാരണമാണ്. കാരണം ഇത്തരം നിലപാടുകൾ നമ്മുടെ നാട്ടിലെ മലയാളി അമ്മാവൻ സംഘിമാർ പോലും ഉൾക്കൊള്ളുന്നില്ല. ഏത് RSS മേധാവി മോഹൻ ഭാഗവതിന്റെ നിലപാട്. അപ്പൊ അവരെ തൃപ്തിപ്പെടുത്തുന്ന അഭിപ്രായങ്ങൾ, ടോക്സിക് അഭിപ്രായങ്ങൾ മാത്രം പുറപ്പെടുവിക്കുക എന്ന് പറയുന്ന ഒരു നിലപാട് സ്വീകരിക്കുന്നവർക്ക് തീർച്ചയായിട്ടും അഭിജിത് ദീപ്കയെ പാകിസ്ഥാനിയും ബംഗാളിയും ഒക്കെ ആയിട്ട് മുദ്ര കുത്തേണ്ടി വരും എന്ന് പറയുന്നത് ഒരു യാഥാർത്ഥ്യം തന്നെയാണ്. എന്ത് തന്നെയായാലും നാടിന്, ഇന്ത്യക്ക് മാറ്റം അനിവാര്യമാണ്. പുഴുക്കുത്തുകളെ നീക്കം ചെയ്യേണ്ടതാണ്. അതാണ് യഥാർത്ഥത്തിൽ രാജ്യ സ്നേഹം. ജൻസികൾ രാജ്യവിരുദ്ധതല്ല, അവർ യഥാർത്ഥത്തിൽ രാജ്യസ്നേഹികളാണെന്ന് പറയുകയാണ് സംഘികളുടെ തലതൊട്ടപ്പനായിട്ടുള്ള ഗോഡ്ഫാദർ ആയിട്ടുള്ള മോഹൻ ഭാഗവത്. ഇനിയെങ്കിലും അമ്മാവന്മാരായിട്ടുള്ള സംഘികൾക്ക് വല്ല തിരിച്ചറിവും ഉണ്ടാകട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം. ഇനി ഒന്നുകൂടെ ആലോചിച്ച് നിങ്ങൾ നോക്ക്, ഈ മോഹൻ ഭഗവത് എന്തെല്ലാം ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന മുഴുവൻ തെറ്റാണെന്ന് നമ്മൾ വാദത്തിന് വേണ്ടി സമ്മതിക്കാം. അദ്ദേഹം ഇത് പറയാൻ പാടില്ലായിരുന്നു, ഹൈന്ദവ സ്പിരിറ്റിനെ തള്ളിക്കെടുത്തുന്നാണ് പറയുന്നത്. പക്ഷെ ഒന്നുണ്ട്, വിശദമായൊരു ചർച്ചയ്ക്ക് അല്ലെ വിശാലമായൊരു ചർച്ചയ്ക്ക് ഹൈന്ദവ സമൂഹത്തെയും കൂടി നിർബന്ധിക്കുന്ന ഒരു നിലപാടാണ് അദ്ദേഹം എടുത്തിരിക്കുന്നത്. ഇവിടെ ഹൈന്ദവ സമൂഹത്തിൽ യാതൊരു അമ്പലം നന്നാക്കി പണിയുക അല്ലെങ്കിൽ അത്തരം ചെറിയ കാര്യമല്ല, അത്തരം കാര്യങ്ങളിലേക്ക് മാത്രം ഭൗതികമായ ചിന്തയും മാറിയപ്പോൾ ഇവിടെ മുസ്ലിം മോര നമ്മളാണ് നല്ലത്, അവരെ അങ്ങനത്തെ പഠിപ്പീര് വേണം, അല്ലെ പഠിച്ചോട്ടെ, മതത്തെ പഠിച്ചോട്ടെ, ദൈവത്തെ പഠിച്ചോട്ടെ. പക്ഷെ അതിനേക്കാൾ കൂടുതൽ അത്തരം കാര്യങ്ങൾ മാത്രമാണ് സംസ്കാരം. ഇപ്പോൾ ഒന്ന് താങ്കൾ പറഞ്ഞല്ലോ, ഇവിടെ മുസ്ലിങ്ങളെ അഭിജിത് ദീപ്കെ എങ്ങനെ കണ്ടിരുന്നത്? മുസ്ലിമായിട്ട് കണ്ടു, നേപ്പാളിയായിട്ട് കണ്ടു, വിദേശ പൗരനായിട്ട് കണ്ടു, വിദേശ ചാരനായിട്ട് കണ്ടു. അപ്പോൾ ഒന്ന് മറക്കണം, ആ കൂട്ടത്തിൽ ഈ താങ്കൾ പറഞ്ഞ അമ്മാവൻ സംഘിമാർ എപ്പോഴും ഊണിലും ഉറക്കത്തിലും പറയുന്നൊരു വാക്കുണ്ട്, ഹിന്ദുമത ധർമ്മമുണ്ട്, ലോക സമസ്ത സുഖിനോ ഭവന്തു. ഇത് പറയുകയും മറ്റുള്ളവർ ഇന്ത്യക്കാരെ തന്നെ അല്ലെ നമുക്ക് വിരോധമുള്ളവരെ മുഴുവൻ വേറെ സ്ഥലത്തേക്ക് ബ്രാക്കറ്റിലാക്കാൻ ശ്രമിക്കുന്ന സമീപനം അത് ഹൈന്ദവ ദർശനത്തിൻ്റെ ഭാഗമല്ല, ഹൈന്ദവ വിരുദ്ധമാണ് നമുക്ക് പറയേണ്ടി വരും. എന്തായാലും TG മോഹൻദാസ് സാറിനെയൊക്കെ RSS പോലും തള്ളിക്കളയുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അന്നേരം RSSനെതിരായിട്ട് കുറെ പേര് രംഗത്ത് വരുന്ന കുറേയധികം സംഗതികൾ ഉണ്ടായി. അതായത് അദ്ദേഹത്തെ പിന്തുണച്ചുകൊണ്ട്. കാരണം നമ്മൾക്ക് എല്ലാവിധത്തിലുള്ള വളവും വിത്തും പരിപോഷണവും ഒക്കെ നൽകിയ TG സാറെയൊക്കെ തള്ളിക്കളയുന്നത് വളരെ മോശമാണ് RSS ചെയ്തതെന്നതായിരുന്നു നാട്ടിലെ സംഘികളുടെ ഒരു നിലപാടെന്ന് പറയുന്നത്. അടിസ്ഥാനപരമായിട്ട് ഇവർ ആഗ്രഹിക്കുന്നത് ഒരു തരം നെഗറ്റിവിറ്റിക്കും ടോക്സിസിറ്റിക്കും വേണ്ടിയിട്ടാണ്. ആ ടോക്സിസിറ്റിയും നെഗറ്റിവിറ്റിയും പറയുന്ന അല്ലെങ്കിൽ പ്രചരിപ്പിക്കുന്ന ഒരു നിലപാടല്ല RSS മേധാവി മോഹൻ ഭാഗവത് നിലവിൽ ഈ പാറ്റാ സമരവുമായി ബന്ധപ്പെട്ടിട്ട് സ്വീകരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വേണ്ട രീതിയിലുള്ള ട്രാക്ഷൻ, വ്യൂവേഴ്സ് അല്ലെങ്കിൽ ലൈക്സ് ഇദ്ദേഹത്തിന്റെ ഈ നിലപാടിന് ലഭിക്കില്ല എന്ന് പറയുന്നത് ഒരു യാഥാർത്ഥ്യമാണ്. അത് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു.